എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമൽ സീരീസിൻ്റെ എപ്പിസോഡ് 78. ഓക്കെ, അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ വൂക്കാവോ ആ വരുന്ന ഒരുപാട് പേരെ അടിച്ചിടുകയാണ്. അവരുടെ ആൾക്കാരും മീൻസ് ജിയനൻ അക്കാഡമിയിലുള്ളവർ. അവൻ്റെ ആ സോഡ് അതിൻ്റെ മുൻപിൽ ആർക്കും തന്നെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് പേരെ ആനെ കൊന്നുകളഞ്ഞ് മുകളിൽ 4 പേര് കൂടി അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ ഒരു ട്രിക്ക് ഉപയോഗിച്ച് അവരെ അടിച്ചിട്ടു. 2 ഡൗക്കിംഗ് ആയവർ അവനോട് സംസാരിക്കുന്നത്, ഈ ലൂസേഴ്സിനെ നീ പെട്ടെന്ന് അടിച്ചിട്ട് എന്നാൽ നമ്മളെങ്ങനെ ആക്കുമെന്നാണോ എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ വൂക്കാവോ അവനിൽ ഡിപ്പെൻഡ് ചെയ്താണ് ബാക്കിയുള്ളവരുള്ളത് എന്നറിയുന്നത് കൊണ്ട് ഞാൻ 2 പേരെ എതിർക്കുന്നു. അവനൊരു ഡൗക്കിംഗ് ലെവലിലുള്ളവനാണ്. അവൻ്റെ അറ്റാക്ക് അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. കാരണം വൂക്കാവോ മുൻപൊരു ഡൗ ഗ്രാൻഡ് മാസ്റ്റർ ആയ സമയത്ത് പോലും ബ്ലാക്ക് കോർണർ റീജിയനിലുള്ള ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് എന്നത് ഓർക്കണം. അങ്ങനെ ഫൈറ്റ് മുന്നോട്ട് പോകുന്നു. 2 പേരെ അവസാനം അങ്ങനെ അടിച്ചടിച്ച് തോൽപ്പിച്ചു. ഇത് നല്ല അവസരമാണ് എന്ന് പറഞ്ഞ പോകുമ്പോഴാണ് ഒരു ചിരി അങ്ങോട്ട് മോയിൻവാലിയിലെ 4th എൽഡർ വരുന്നു. അയാളൊരു ഡൗക്ക് വാങ്ങണം. അയാളുടെ പേര് പറയുന്നില്ല എങ്കിൽ എവിടെയോ മെൻഷൻ ചെയ്തതുപോലെ ഈഗിൾ ക്ലാ. അയാളെ കണ്ട് വൂക്കാവോ അവരും എല്ലാവരും ഷോക്കായി പോയി. ഒരു ഡൗക്ക് അങ്ങനെ എതിർക്കാൻ കഴിയുമോ എന്ന് അറിയില്ല, കാരണം ഷിയോയനല്ലല്ലോ. ആ 2 പേരോട് നിങ്ങൾ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വൂക്കാവോ അവൻ വളരെ സ്ട്രോങ് ആണ്, നമുക്ക് കഴിഞ്ഞില്ല. അവൻ സ്ട്രോങ് ആണ്. അവൻ്റെ ആ സോഡ് ബ്ലഡ് സോഡാണ്. അതിൻ്റെ സ്ട്രെങ്ത് നിങ്ങളെക്കാളുണ്ട്. മരിക്കുമെന്ന് പേടിച്ചു പോയി എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അവരോട് ക്ഷമിക്കാനായിട്ട് പറയുന്നു. അവരോട് ഗീവ് അപ്പ് ചെയ്ത് നീയും എൻ്റെ ഗ്യാപ്പ് എത്ര ഉണ്ടെന്ന് അറിയാലോ എന്ന് പറയുമ്പോൾ ജിയനൻ അക്കാഡമി അങ്ങനെ ഗീവ് അപ്പ് ചെയ്യില്ല. അവനൊരു അറ്റാക്ക് കൊടുത്തെന്ന് അതൊക്കെ തടഞ്ഞു. അപ്പോഴേക്കും അവനോട് ആ 2 പേരോട് അവനെ കൊല്ലാനായിട്ട് പറയുന്നു. അവരെ എതിർക്കാനായിട്ട് പോയി. ഈ സമയത്ത് ജിയനൻ അക്കാഡമിയിലുള്ളവർ പോകാൻ നോക്കി. എന്ന ഈഗിൾ ക്ലോ അതിലെ 2 പേരെ കൊന്നു കളഞ്ഞു. അത് കണ്ടപ്പോഴേ വൂക്കാവോക്ക് ദേഷ്യം വന്നിട്ട് ആ 2 പേരെ പെട്ടെന്ന് തന്നെ അടിച്ചിടാനായിട്ട് നോക്കുകയാണ്. ജിയനൻ അക്കാഡമിയിലുള്ളവരും ദേഷ്യം വന്നിട്ട് പോകാൻ നിൽക്കുമ്പോൾ ഷിയോയു തടഞ്ഞു. കാരണം അവരെ കൊണ്ട് കഴിയില്ല എന്നറിയാം. അപ്പോഴേക്കും വൂക്കാവോന് ദേഷ്യം വന്നിട്ട് 2 പേരെ അടിച്ചിട്ടിട്ട് നിൽക്കുമ്പോൾ നിനക്ക് എന്നോട് ഫൈറ്റ് ചെയ്ത് നോക്കും എന്ന് പറഞ്ഞ് വരുന്നു. അവന് സ്പീഡിന് വന്ന സോഡ് കൊണ്ട് കുത്താനായിട്ട് നോക്കി. എന്നാൽ അത് സിമ്പിളായിട്ട് പിടിച്ചു. കാരണം ഡൗക്ക് വാങ്ങണല്ലോ, ഒരു പവറില്ല തട്ടേരി അവന് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലായതോടെ ആ സീക്രട്ട് ടെക്നിക്ക് അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. കാരണം അവൻ്റെ ജീവ പോയാലും അത് കൊടുത്താലും ബാക്കിയുള്ളവർ എങ്ങനെയോ പുറത്തെത്തിക്കണം എന്നാണ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ആ സീക്രട്ട് ടെക്നിക്ക് അത് ഉപയോഗിച്ച് അത് വരികയാണ്. കുറച്ച് ടൈം ഒരുപാട് സ്ട്രെങ്ത് കാണും. പിന്നെ അതിൻ്റെ കൂടെ ആ ബ്ലഡ് സോഡ് അതെടുത്ത് നേരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നു. അത് എതിർക്കാനായിട്ട് ആ ആളും അങ്ങനെ കുറച്ച് നേരം പിന്നെ ഫോഴ്സ് ഉപയോഗിച്ചൊക്കെ അടിക്കുന്നു. അവസാനം അവൻ്റെ എഫേർട്ട് അത് വെറുതെ പോയി. ഒരു ഡൗഗ് വാങ്ങിൻ്റെ പവർ കാണിക്കാം എന്ന് പറഞ്ഞ ഒറ്റ അടി അതിലവന് തെറിച്ച് താഴെ വീഴുവാണ്. അത് കണ്ട് ഷിയോയു ആൾക്കാരൊക്കെ ഷോക്കായി പോയി. അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നിട്ട് വന്നിട്ട് ജിയനൻ അക്കാഡമിയെ വെറുതെ വിടില്ല, ആദ്യം നിന്നെ കൊല്ലാം എന്ന് പറഞ്ഞ് അവൻ്റെ സോഡ് തന്നെ ഉപയോഗിച്ച് കൊല്ലാനായിട്ട് വരുന്നു. ബാക്കിയുള്ളൊരു ടെൻഷനായി. അവനെ കൊല്ലാനായിട്ട് വരുന്ന ആ ഒരു മൊമെന്റിൽ ഷിയോയുടെ റൂളർ വന്ന് അടിച്ചകറ്റി. എല്ലാവർക്കും ആരാണെന്ന് മനസ്സിലായില്ല. എന്നാൽ ആ റൂളർ കണ്ട് വൂക്കാവോന് ഷിയോയനാണെന്ന് മനസ്സിലായി. നോക്കുമ്പോൾ മുകളിലായിട്ട് ഷിയോയൻ നിൽക്കുന്നു. നീ ആരാണ്? മോയിൻവാലിയുള്ളവരെ എതിർക്കാൻ നിനക്ക് എന്താ അഹങ്കാരമുണ്ട് എന്ന് പറയുമ്പോൾ വൂക്കാവോന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ പിടിച്ച് എഴുന്നേൽക്കുന്നു. 2 വർഷം നീ വന്നല്ലോ എന്ന് പറയുമ്പോൾ അവനോട് നീ ഡൗക്കിങ്ങിലേക്ക് കയറിയില്ലേ, ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സെറ്റായി. ഇവൻ എന്ത് ചെയ്യാനാ എന്ന പോലെ അയാൾ വന്ന് അടിക്കാൻ നോക്കി. എന്നാൽ സൈഡിലേക്ക് മാറ്റിയിട്ട് ഒറ്റ അടി. അത് കണ്ട് അതിശയിച്ചു പോയി. ഒരു ഡൗക്ക് വാങ്ങ് ചെറിയ പ്രായത്തിൽ തന്നെ ഇതിൽ ആ 2 ഡൗക്കിങ്ങാർക്കും അതിശയം. അവൻ്റെ ഒരുപാട് ഇമ്പ്രൂവ് ആയി എന്ന് വൂക്കാവോയും മനസ്സിൽ. പിന്നെ ലൈറ്റനിങ് ഉപയോഗിച്ച് സ്പീഡിന് വന്ന് ഒറ്റ അടി. അയാളെ കൂട്ടിയാൽ കൂടുന്നതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് 2 പേരോട് വരാനായിട്ട് പറയുന്നു. അവർ വരുമ്പോൾ ഓൾഡ് ക്ലാ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കി. കളവൻ ട്രിക്ക് ഉപയോഗിച്ച് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അവരും പോകാൻ നോക്കി. എന്നാൽ ഷിയോയിനെ ആദ്യം ഒരുത്തനെ കൊന്നു, 2ാമത്തവനെ കൊന്നു. ആ ആള് അവിടെ നിന്ന് ഓടിപ്പോയി. ഷിയോയിൻ്റെ കയ്യിൽ പവർഫുള്ളായി ഹെവൻലി ഫ്ലെയിം ഉണ്ട്. എല്ലാവർക്കും അതിശയം. വൂക്കാവോപ്പോൾ അവൻ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അവൻ രക്ഷപ്പെടില്ല. അപ്പോൾ അങ്ങോട്ട് സിയാൻ എവിടെ എന്ന് പറഞ്ഞു വരുവാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ സിയാനെ കണ്ട് അവിടെ ഉള്ളവർക്ക് ഷോക്ക്. സ്ട്രോങ് റാങ്കിൻ ടോപ്പ് 1 ആയിരുന്നല്ലോ, ഇപ്പോൾ ഷിയോയനാണ്. അപ്പോഴാണ് അങ്ങോട്ട് ഈശാൻ വരുന്നത്. അയാളെ കൊണ്ട് വരാൻ കഴിഞ്ഞില്ല. സോറി, ജീവനോടെ കിട്ടിയില്ല. പോയിസൺ കൊണ്ടുപോകാൻ തന്നെ അയാൾ ഡെഡായി. അത് കുഴപ്പമില്ലെന്ന് ഷിയോയൻ. അവനാണെങ്കിൽ ഒരു ഡൗസോങ് എന്ന് പറഞ്ഞ അതിശയം. ഈ സമയത്ത് ഒരാളെ കാണിക്കുന്നുണ്ട്. ആൾക്ക് ഓൾഡ് ക്ലാ അയാൾ ഡെഡായി എന്നത് മനസ്സിലായി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നേ അവർ നടന്ന ആ ബ്ലാക്ക് കോർണർ റീജിയനിലേക്ക് ഹുവാൻ സിറ്റിയിലേക്ക് എത്തിയതാണ്. അവർ കുറച്ച് ഡിലേ എന്ന് പറയുമ്പോൾ സിയാനാണെങ്കിൽ ആ മണ്ട ഊഹാബ പറഞ്ഞോണ് എന്നൊക്കെ പറയുന്നു. സിയാനോട് എടുത്ത് പറയുന്നുണ്ട്, നമ്മൾ സിറ്റിയിലേക്ക് കയറുമ്പോൾ ഒരുപാട് തരം വേണ്ട സാധനങ്ങൾ കാണും, അത് കണ്ട് എടുക്കാനായിട്ട് പോകരുത് എന്ന് പറഞ്ഞ് വാണിംഗ് കൊടുത്തത്. അവരങ്ങനെ ആ സിറ്റിയിലേക്ക് പോകുന്നു. ആ സിറ്റിയിലോട്ട് കയറാനായിട്ട് എന്തൊരു പാസ് വേണം എന്ന പോലെ എല്ലായിടത്തും കാണുമല്ലോ ഒരു ഗ്രൂപ്പ്. അതുപോലെ ഒരു ഗ്രൂപ്പ് അവിടെ പോകുന്ന പെൺപിള്ളേരെ കമൻ്റ് അടി തന്നെയാണ്. കുയിലാങ് ഗ്യാങ് എന്നാണ് അവരുടെ പേര്. അങ്ങനെ നിൽക്കുകയാണ് ഈശേനെ കാണുന്നത്. അവരുടെ ഭംഗി കണ്ട് നമ്മുടെ മാസ്റ്ററിന് ഒരാളെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച്
അവരുടെ അടുത്തേക്ക് എന്നിട്ട് ഓരോരെന്ന് പറയുന്നത് സിയോന് ദേഷ്യം വന്നപ്പോൾ വിഷയം തടഞ്ഞു. ഷിയോയൻ അവരെ കൊണ്ട് പോവാണ്. 2 പെൺപിള്ളേരെ കൊണ്ടുപോകുന്ന ഒരു കൗബോയ് എന്നൊക്കെ പറഞ്ഞ് ഷിയോയനെ കളിയാക്കുകയാണ്. എന്നാൽ വെറുതെ എല്ലാവരെയും കൊണ്ട് മുന്നോട്ട് പോയത് ഗ്രീൻ ഫ്ലെയിം ഉപയോഗിച്ച് എല്ലാത്തിനെ പറപ്പിച്ച് അവരെ കൊന്നില്ല. എല്ലാവർക്കും അതുകൊണ്ട് ഷോക്കായി പോയി. ഒരു വലിയ ടീമായിരുന്നു എയറിലേക്ക് പോയത്. അവരകത്തേക്ക് പോകുന്ന നേരമാണ് ആ ഗാർഡ്സ് തടഞ്ഞു. അങ്ങോട്ടൊരാൾ വന്നിട്ട് ഈ വഴി ഡൗഹോങ് ലെവൽ റീച്ച് ആയവർക്ക് പോകുന്നതാണ്, നോർമൽ ആൾക്കാർക്ക് അപ്പുറത്താണ്. അതാകട്ടെ സാധാരണ ജനങ്ങൾ ഒരുപാട് പേര് ഉണ്ട്, അത് ലോങ് ആയിട്ടുള്ള ക്യൂ ആണ്. ഷിയോയിന് അതിന് ഒരു ഡൗഹോങ് ലെവലുള്ള ആൾ തന്നെ ഇത് പറയണം. അവളാണ് ആ ഗാർഡ് എന്തോ പറയുന്നത്, മേ ബി ആ കൊയില ഗാങ്ങിനെ അടിച്ചതാകണം. അത് കേട്ടിട്ട് സോറി ഇത് ആരാണെന്ന് പറഞ്ഞില്ല. യാൻഷാവാണ്. ഈ സിറ്റി ഒരുപാട് ക്രൗഡായതാണ്, റൂമൊക്കെ കിട്ടാൻ പാടാണ്. ഓഡിഷനിൽ വന്നതാകുമല്ലേ. അതെന്ന് പറയുമ്പോൾ ഷെയ്ഖ്വാങ് പൗലിയൻ ടോക്കൺ കൊടുത്തു. ഷെയ്ഖ്വാങ് പൗലിയൻ എന്ന ഒരു സ്ഥലത്തേക്കുള്ള ടോക്കണാണ്. ഇതുപയോഗിച്ച് അവിടെ പോകാൻ കഴിയും. കുയിലാഗ്നാങ് അവരെ അടിച്ചത് ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായേക്കാം, സൂക്ഷിക്കാനായിട്ട് പറഞ്ഞ് അവരെ അകത്തേക്ക് വിട്ടു. അവൻ നിന്നതും അത് ആക്ടിവേറ്റ് ആയിട്ട് അവരെ കൊണ്ട് പോകുന്നു. ചെറിയ പ്രായത്തിലൊരു ഡവ് അങ്ങനെ കണ്ട് അവിടെ ഉള്ളവർക്കായിട്ട് അതിശയം. യാൻഷാവോ ഇങ്ങനെ ഒരാൾ വന്നു എന്ന് മാസ്റ്ററിനോട് പറയാനായിട്ടും പറഞ്ഞോട്ടു. അത് കഴിഞ്ഞ ഷെയ്ഖ്വാങ് സിറ്റി അതിനുള്ളിലേക്ക് എത്തി. അവിടെയായിട്ട് ഒരുപാട് തരം സാധനങ്ങൾ, മെയിനായിട്ട് ഹെർബൽസ്. അതിന്റെ സ്മെല്ല് കിട്ടിയവിടെ സിയാൻ ഹാപ്പി ആയിട്ട് പോകുന്ന നേരം എവിടെ അത് പിന്നെ കുയിലൊക്കെ പ്രശ്നം ഉണ്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എനിക്ക് വിശക്കുന്നു, 1 മണിക്കൂർ മുമ്പല്ലേ കഴിച്ചേ എന്ന് ഇശാൻ ചോദിക്കുമ്പോൾ ഞാൻ വളർന്നു വരുന്ന ഒരു കുട്ടിയല്ലേ, ഞാൻ പോരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. ഇശാനോട് ഇത് ബ്ലാക്ക് കോർണർ റീജിയനാണ്, മുൻപത്തെ പോലെ ഇനി പ്രശ്നം വന്നാൽ ഒന്നും നോക്കണ്ട, കൊടുത്തേക്കണം എന്ന് പറയുമ്പോൾ ഇനി എങ്ങോട്ടാണ് അവനാവശ്യമായ ഹെർബൽസ്, മെയിനായിട്ട് ബോധയിലിക്കൂട്, അതിനും എവിടെ നിന്നെങ്കിലും ഒപ്പിക്കാനായിട്ട് നോക്കണം എന്ന് പറഞ്ഞു പോകുന്നു. അതിനുശേഷം അവർ ടൗസൺ ഹാള് എന്നൊരു മെഡിസിൻ ഹാളിലേക്കാണ് വരുന്നത്. അവിടെയായിട്ട് ഒരുപാട് തരം റെയറായ ഹെർബൽസ് ഉണ്ട്. അത് കണ്ട് അതിശയം. ഔട്ട്സൈഡേഴ്സ് ബ്ലാക്ക് കോർണർ റീജിയനിലേക്ക് അട്രാക്റ്റ് ആകുന്നത് ഇതുകൊണ്ടാണ്. കിട്ടാത്ത ഹെർബൽസ് അങ്ങനെയൊന്നുമില്ല. അപ്പോഴേക്കും അവിടെ ഞാനെന്നൊരാൾ അവരെ വിളിച്ചു. കാര്യം ചോദിക്കുമ്പോൾ ഷിയോന് വേണ്ട ഒരു ലിസ്റ്റ് കൊടുത്തു. അതിൽ 8 എണ്ണമാണ് ഉള്ളത്. അത് കണ്ടപ്പോൾ നിങ്ങളൊരു ആൽക്കമിസ്റ്റ് ആണല്ലേ. അത് കേട്ട് ആ ഷോക്കായി പോയി. അങ്ങനെ വരാതിരിക്കാനുള്ള രീതിയിലാണ് എഴുതിയത്. എന്നാൽ ആ ഹെർബൽസ് അത് ആവശ്യക്കാര ആൽക്കമിസ്റ്റിനാണ്, അതറിയാവുന്നത് കൊണ്ടാണ് വേറൊന്നും കരുതണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ 5 എണ്ണം അത് ഇവിടെ കിട്ടും. എന്നാൽ 3 എണ്ണം അത് റെയറായ ഹെർബൽസ് ആണ്, അത് കിട്ടാൻ വളരെ പാടാണ്. ഷിയോൻ കുഴപ്പമില്ല, ഞാൻ എവിടെ നിന്നെങ്കിലും ഒപ്പിക്കാം എന്ന് പറയുമ്പോൾ സംഭവം അതിവിടെയുണ്ട്. സാധാരണ ആൾക്കാർ അവർക്കങ്ങനെ കൊടുക്കാറില്ല, കാരണം അത് പ്രീഷ്യസ് ആയതും റെയർ ആയതുമാണല്ലോ. അത് മനസ്സിലാക്കിയിട്ട് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് പറയാൻ ആവശ്യം 5th ഗ്രേഡ് പില്ലാണ്. അതൊന്ന് ആലോചിച്ചിട്ട് സമ്മതിക്കുന്നു. അതുകൊണ്ട് ഞാൻ 3 ഹെർബൽസ് അതുകൊണ്ട് വെക്കുകയാണ്. അത് എടുക്കാനായിട്ട് വരുമ്പോൾ ഉണ്ട് വേറൊരാൾ ക്യൂഷൻ, ആൾ വന്നിട്ട് അതെനിക്ക് വേണം, അതുകൊണ്ട് തന്നെ അത് തരാനായിട്ട് പറയുമ്പോൾ കൊള്ളാലോ എന്ന് ഷിയോനെ സമ്മതിക്കില്ല. അപ്പോഴേക്കും അങ്ങോട്ടൊരു പെണ്ണ് വരുന്നു. യാഫൈനെ പോലെ ഓഡീഷന് കോഴ്സ് അല്ലെങ്കിലും മെഡിസിൻ ഹാളിൽ നോക്കുന്നത് പറഞ്ഞതുപോലെ 5th ഗ്രേഡ് പില്ല് അത് കൊടുത്താൽ മതി. കീഷൻ അയാൾ ഒരു ആൾക്കമിസ്റ്റാണ്, എനിക്കിത് അത്യാവശ്യമാണ്, നിങ്ങൾ എന്നെ ഡിസപ്പോയിൻമെൻറ്റ് ചെയ്യില്ല എന്ന് കരുതുന്നു എന്ന് പറയുമ്പോൾ ഇല്ല അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഇത് എനിക്ക് അത്യാവശ്യമാണ്, ഇത് തരാൻ കഴിയില്ല. അപ്പോൾ ആ പെണ്ണ് ഷിയോനോട് ഇതൊരു ആൾക്കമിസ്റ്റാണ്, ബ്ലാക്ക് കോർണർ റീജിയനിലെയും ഫസ്റ്റ് ആൾക്കമിസ്റ്റാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന് ഞാൻ എന്ത് വേണം, ഞാനാണ് ഇത് ആദ്യം വാങ്ങിയത്, ആരായാലും എന്ത് തന്നെയായാലും ഞാട്ടോട്ടെ. അങ്ങനെ അവസാനം ആവശ്യമായ 5th ഗ്രേഡ് പില്ല് അത് കൊടുക്കുന്നു. ഇത് ബാറ്റിൽ സ്പിരിച്വൽ പില്ലാണ്. അത് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് അത് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് എടുക്കാനായിട്ട് തുടങ്ങി. തടഞ്ഞിട്ട് എന്താ ധൃതി, എൻ്റെ പൊടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അതേ ബാറ്റിൽ സ്പിരിച്വൽ പില്ല് അത് കൊടുക്കുമ്പോൾ അത് കണ്ട് ഇമ്പോസിബിൾ, നിനക്കെങ്ങനെ ഇത് ഉണ്ടാക്കാൻ കഴിയുന്നേ എന്നൊക്കെ പറഞ്ഞ് അയാൾ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ എൽഡർ ക്യൂ നിങ്ങൾക്കിവിടെ ഒരു വിലയുണ്ട്, അതില്ലാതാക്കരുത് എന്നാ പെണ്ണ്. ഞാൻ അത് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് അതിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു പറയുന്നത് എൽഡർ ക്യൂവിനേക്കാൾ ബെറ്ററാണ് അയ്യോ എൻ്റേത് എന്നുകൂടി കേൾക്കുമ്പോൾ പിന്നെ പറയണ്ടല്ലോ പൊട്ടിത്തെറുകാനായിട്ട് തുടങ്ങി. ഒരിക്കലും നടക്കില്ല, ഞാൻ ഒരു ആൾക്കമിസ്റ്റാണ്, എന്നെക്കാൾ ബെറ്ററായിട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എന്ന് പറയുമ്പോൾ ഞാൻ അത് രണ്ടിടത്ത് കാണിച്ചു. അതിൽ ഷിയോൻ്റെയാണ് എത്തുകൂടെ ക്വാളിറ്റി ഉള്ളത്, അതുകൊണ്ട് തന്നെ അത് ഷിയോയനെ കിട്ടി. എന്നാൽ അത് സമ്മതിക്കാതെ ഒരു അറ്റാക്കിനായിട്ട് തുടങ്ങി. എന്നാൽ ഷിയോയൻ അവൻ്റെ ഒരു പവർ തന്നെ അടിച്ചകറ്റി. ഒരു ഡാഫാങ്ങാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ പാണിവാളി എന്നോട് ക്ഷമിക്കേ, ഇന്നെൻ്റെ മോഡ് ശരിയില്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വന്നു. ബ്ലാക്ക് കോർണർ റീച്ച് എന്തും പറ്റും, ഇനി നമ്മളെ വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് പോവാണ്. ശിവനെ അത് കിട്ടി നന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് ഒരു കാര്യം അറിയാമെന്ന് അറിയില്ല പറയാനായിട്ട് പറയുമ്പോൾ ഈ ബോധി ലിക്വിഡ് അതിനെപ്പറ്റി ചോദിക്കുന്നു. അത് കേട്ട് ബോധി ലിക്വിഡ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് തുടങ്ങി. ബോധി ലിക്വിഡ് ബോധി ഹാർട്ടിൻ്റെ ഒരു ഭാഗമാണ്. ബോധി ഹാർട്ട് എന്നത് ഒരു ഹ്യൂമൻ്റെ ഹാർട്ട് തന്നെ റീപ്ലേസ് ചെയ്യാൻ കഴിയുന്ന അത്ര പവർഫുള്ളായ എഫക്റ്റ് ഉള്ളതാണ്. അത് 10,000 വർഷം മുൻപുള്ള ഒരു ഏൻഷ്യൻ്റ് ബോധി ട്രീയിൽ നിന്നാണ് ഉണ്ടാവുക. ബോധി ലിക്വിഡ് ഫിസിക്കൽ കണ്ടീഷൻ മുഴുവനായിട്ട് മാറ്റും. ഈ ബോധി ഹാർട്ട് എന്നത് ഹാർട്ട് ഓഫ് ദ ബുദ്ധ എന്നതാണ്. അതുണ്ടെങ്കിലും മാറ്റാൻ കഴിയാത്ത ഒരു ബോഡിയിലെ ഒരു കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് ഹാപ്പി പറ്റിയ അത് എവിടെയെന്ന് ചോദ്യമാണ്. അറിയില്ല, അത് എക്സിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. അത് കേട്ട് നിരാശയാകുമ്പോൾ പിന്നെ ഒരു വഴിയുണ്ട് എന്ന് പറയുന്നു. അത് കേട്ട്
ഹാപ്പി എന്താണെന്ന് കാണിക്കുന്നില്ല. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.